രാജ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെയുള്ള ഒളിയമ്പുകൾ ഉണ്ട് എന്നുള്ളൊരു ഭയപ്പാട് കൊണ്ടാണ് എന്ന് ഒരു സംസാരം പൊതുസമൂഹത്തിനിടയിലുണ്ട്. ഇത് ശരിവെക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ കോൺഗ്രസിലെ ഒരു പ്രമുഖ വ്യക്തി നടത്തുന്നതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. ഹണി ട്രാപ്പ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹണി ട്രാപ്പ്. ആ രീതിയിലുള്ള എവിഡൻസ് പല മുതിർന്ന നേതാക്കന്മാരെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും കൂടി കൂട്ടിയിട്ട് കൈവശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു മുതിർന്ന നേതാവ് CMൻ്റെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനും പരാതി ബോധ്യപ്പെടുത്താനും എന്നുള്ളതാണ്. CM ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നുള്ള വിശ്വാസം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. എന്തായിരുന്നാലും അടൂർ പ്രകാശൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിയുടെ അങ്ങേ തലക്കിൽ നിൽക്കുക. രാഹുലിനും ഷാഫിയും രാഷ്ട്രീയക്കാർ എന്നുള്ളതിനപ്പുറത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെടുത്തണം. PD സതീശനും രമേശ് ചെന്നിത്തല, K മുരളീധരൻ, പിന്നെ ഇന്നലെ തുടങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ 4 പേര് മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യമായി നമസ്കാരം. നമസ്കാരം. രാജ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെയുള്ള ഒളിയമ്പുകൾ ഉണ്ട് എന്നുള്ളൊരു ഭയപ്പാട് കൊണ്ടാണ് എന്ന് ഒരു സംസാരം പൊതുസമൂഹത്തിനിടയിലുണ്ട്. ഇത് ശരിവെക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ കോൺഗ്രസിലെ ഒരു പ്രമുഖ വ്യക്തി നടത്തുന്നതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഹണി ട്രാപ്പ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹണി ട്രാപ്പ്, ആ രീതിയിലുള്ള എവിഡൻസ് പല മുതിർന്ന നേതാക്കന്മാരെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും കൂടി കൂട്ടിയിട്ട് കൈവശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുതിർന്ന നേതാവ് CMൻ്റെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനും പരാതി ബോധ്യപ്പെടുത്താനും എന്നുള്ളതാണ്. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സംഭവം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും ഈ സംഭവം, പക്ഷേ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അത് വകുപ്പ് വേറെയാണ്. ഇപ്പം നമുക്കറിയാം പല സ്ഥലത്തും, പക്ഷേ പോയി നിർത്തി നഗ്ന ആക്കി നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് സാധനം ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് മെയിലിംഗ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഫോർ വെദർ ഇറ്റ് ഈസ് ഫോർ മണി ഓർ പവർ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും, പണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വേറെന്തെങ്കിലും സൗകര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനാണെങ്കിലും, പദവി നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും, ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുക എന്നുള്ളത്, ഒരു ഡീലിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ് എന്നുള്ള ഈ ഹണി എന്നുള്ള പേര് ഇതിനകത്ത് വന്നാൽ ഭയങ്കര രസമുള്ളത്. തേൻകണി എന്നാണ് ആണല്ലോ അതിൻ്റെ മലയാളം. സ്ത്രീകളെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം ഹണി എന്നുള്ള പേര്. അതെ 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 അതെ. പിന്നെ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പം അത് കുറച്ചുകൂടെ സീരിയസ് ഒഫൻസ് ആണത്. വൃദ്ധനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടി എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ അവരുമായിട്ട് ഇൻ്റർകോഴ്സ് നടന്നെന്ന് കൂട്ടിക്കോ, സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോയെന്ന് കൂട്ടിക്കോ, അത് ഇവർക്ക് റേപ്പാന്ന് പറഞ്ഞ് ഇവർ ആരോപിച്ചിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. ഇവർ അയാളെ കെണിയിൽപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് വകുപ്പ്. അത് നിൽക്കക്കള്ളിയില്ലാതെ കേരളത്തിൻ്റെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് CM ഓഫീസിനെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ ഇന്നർ പൊളിറ്റിക്സിനകത്ത് അത് ലീക്കായിട്ടില്ല, അങ്ങനെ പോകാൻ ഉള്ള ധാരണയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇന്ന് പോകുമോ നാളെ പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. അങ്ങനെ പോകുന്ന ഒരു ധാരണയിലേക്ക് അവരുടെ ടീം ആ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാളുടെ ഇമേജ് നശിപ്പിക്കുന്ന അവസ്ഥയെത്തി. അയാൾ പൊട്ടനായിട്ട് നോക്കി നിൽക്കുക, ബാക്കിയുള്ളവരെല്ലാം കയറി ഗോൾ അടിക്കുക, ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ വരുമ്പം ഇയാൾ എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉയരുന്നു. അയാളൊരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പരാതി കൊടുത്താൽ 2 CM ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നുള്ള വിശ്വാസം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. അതൊരു ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ടൂളായിട്ടൊക്കെ യൂസ് ചെയ്യും. അതിപ്പം മേളി നരേന്ദ്രമോദിയും ചെയ്യും, ഇവിടെ ഇവരും ചെയ്യും. അതിന് ഇപ്പോൾ കോൺഗ്രസ് എല്ലാവരും ചെയ്യും. കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പരിപാടി ചെയ്യും. അതും ഹണി ട്രാപ്പിൻ്റെ വേറെ ടൈപ്പ് തന്നെയാണ്, പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമാണ്. ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്ക് മേളിൽ ഇങ്ങനെ തൂങ്ങിയാടുമ്പം ഇവനെ വരച്ച വലയിൽ നിർത്താം എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് പലതും മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ മാത്യുക്കുളനാടൻ എക്സാലോജിക്ക് കേസ് കൊണ്ടുപോയിട്ട് തോറ്റു കൊടുത്തതുപോലെ അങ്ങനെ ഇളനീയാകണ കേസിനകത്ത് തോറ്റും തന്നോണം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്താൽ അത് ചെയ്യും. പൂരം കലക്കാൻ പറഞ്ഞാൽ കൊടുക്കും. ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത് അതിനേക്കാൾ അപ്പുറത്ത് ഇത്തരം വിഷയങ്ങൾക്കകത്ത്, കാരണം അത് നാളെ നമ്മുടെ നേരെയും വരാം എന്ന് ചിന്തിക്കുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ CM ഓഫീസും പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഈ വിഷയങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. നമുക്കറിയാം പിന്നെ നടൻ കൃഷ്ണകുമാർ BJPയുടെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്ന മണ്ഡലമാണ്. വട്ടിയൂർക്കാട് മണ്ഡലത്തിലായിരിക്കും വരുന്നത്. പ്രശാന്താണ് അവിടെ നിലവിലുള്ള സിറ്റിംഗ് MLA.
കഴിഞ്ഞ തവണയും വി രാജേഷ് അവിടെ 2ാം സ്ഥാനത്തെത്തിയാണ്. 2016 അവിടെ കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തെത്തിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മണ്ഡലത്തിലേക്ക് വരാൻ പോകുന്ന ആളായിട്ട് പോലും അയാളുടെ കാര്യത്തിൽ നീതിപൂർവമായ ഇടപെടലുണ്ടായി. അപ്പം അങ്ങനെ വരുമ്പം പക്ഷേ അത് ഇന്നർ പാർട്ടി പൊളിറ്റിക്സിൽ എന്തൊക്കെയാവും എന്നുള്ളതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അടൂർ പ്രകാശ് കേരളത്തിലാകെ സൗരോർജ്ജം ഉണ്ടാക്കാൻ നടന്ന ആളാണ്. അങ്ങനെ പിന്നെ സോളാർ എനർജി അത്യാവശ്യം പ്രയോഗിച്ച്, പുള്ളിയുടെ എനർജി അത്യാവശ്യമൊക്കെ പ്രയോഗിച്ച് അതുകൊണ്ട് കുടുങ്ങി അതിൻ്റെ കെണി പെട്ടു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതിനപ്പുറത്ത് ഏതെങ്കിലും കെണിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും കൂടെ ഉണ്ട്. സൗരോർജ്ജ കെണിയിൽ പെട്ടവർ വേറെയുമുണ്ട്. അവർ ആരോപണം ഉന്നയിച്ചാൽ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെയിനിന് കൊണ്ടുപോകാനുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാം അത്യാവശ്യം ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേരും 1-2 പേർ ഒഴിച്ച് നമ്മളും പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ചില നിരപരാധികളെയും കൂടെ അതിനകത്ത് പെടുത്തി എന്നുള്ളത് ഒഴിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും അതിനകത്ത് പോയി പെട്ടവരാണ്. പക്ഷെ അവരാരും റേപ്പ് ചെയ്തതല്ല. അല്ല, പക്ഷേ ഇവരുടെ ടെലിഫോൺ കോളിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ടെലിഫോണിൽ കോൺഗ്രസിൻ്റെ ഹിസ്റ്ററി പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഫോൺ കോൾസ് അവർ സംസാരിച്ചത് ചിലപ്പോൾ കേരളത്തെ എങ്ങനെ പിന്നെ ഈ ഇടുക്കി ഡാമും ബാക്കിയുള്ളതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് മൊത്തം സൗരോർജ്ജം കൊണ്ട് കേരളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ കേരളത്തിലാകെ സൗരോർജ്ജ പാനൽ വെക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാനായിരിക്കും വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. എന്തായിരുന്നാലും അടൂർ പ്രകാശൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിയുടെ അങ്ങേ തലക്കിൽ നിൽക്കുക, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി, ഇന്നത്തെ കാലത്ത് ഇതിനകത്ത് താല്പര്യമുള്ള അത്യാവശ്യം വിഷയാസക്തരായിട്ടുള്ള ചില ആളുകളെ, എല്ലാ മനുഷ്യനും വികാരവും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും, എന്നാൽ തന്നെ അവിടെ ഒരു വിവേചന ബുദ്ധി ഉണ്ടാവും. ആരോട് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ആവാം എന്നതിനെക്കുറിച്ചുള്ള സാമാന്യ ബുദ്ധി ഉള്ളതാണ് മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്. അങ്ങനെയുണ്ട് മനുഷ്യന്. ഇന്നത്തെ കാലത്ത് ബട്ടൺ ക്യാമറയുണ്ട്, പെൻ ക്യാമറയുണ്ട്. സംതിങ് റോങ്, ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ഇതിനകത്ത് നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനും ഷാഫിയും രാഷ്ട്രീയക്കാർ എന്നുള്ളതിനപ്പുറത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെടുത്തണം. നമ്മളെ മാത്യു സാമുവലിനെ പോലെ പുള്ളിയുടെ പരിപാടി ഇതായിരുന്നു. മൊത്തം സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് മൊത്തം കിടപ്പരങ്ങ് ഒപ്പിയെടുക്കുന്ന പരിപാടിയായിരുന്നു. ആൾക്കാരെ വശീകരിച്ച് എത്തിക്കുക, പിന്നെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ഇവരുടെ കയ്യിൽ പെടുന്നവരെ ആ രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടുന്നൊരു വിഷയം. അവർ ചെയ്തു എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ മൊബൈൽ ഫോണിലൊക്കെ ഒരു എത്ര വർഷം മുമ്പ് എടുത്ത് സൂക്ഷിച്ചിരുന്ന ഡാറ്റയാണെങ്കിലും എത്ര ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാലും അത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറൻസിക് കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊന്നും മൊബൈൽ ഫോൺ ആയിരിക്കത്തില്ല, ഏറ്റവും വലിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇവരുടെ മൊബൈലിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വരിക, അത് നമുക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ 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 അത് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ പല പോക്സോ കേസുകൾ വരെ യുവമാരുടെ നെഞ്ചത്തേക്ക് വരാനായിട്ട് സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി. അത് മാത്രമല്ല, എനിക്കത് ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഭയപ്പാട് മാറി തോന്നിയിരുന്നല്ലേ. ഞാൻ പറഞ്ഞല്ലോ, സണ്ണി വക്കീലിന്റെ ഭയം നമുക്ക് മനസ്സിലാക്കാം. സണ്ണി വക്കീലിന്റെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് മാനസികമായൊരു പരിഗണനയുണ്ടൊക്കെ പോട്ടെ. പക്ഷേ മറ്റുള്ളവരെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും വ്യക്തിപരമായിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് പ്രതാപനും പോയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേഴ്സണലി ഇൻവോൾവ് ആയിട്ടുള്ള വിഷയങ്ങൾ റൈസ് ചെയ്യും എന്നുള്ള പേടിയുണ്ട്. ഇന്ത്യയിൽ നിൻ്റെയും വലിച്ചു കയറി ചുമരിലൊട്ടിക്കും, നിൻ്റെ രാഷ്ട്രീയഭാവി തീർക്കും എന്നുള്ളത് വിളിച്ചു പറയാനുള്ള ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, പിന്നെ ഇന്നലെ തുടങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ 4 പേര് മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഈ വിഷയത്തിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒതായാലും വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി. പാർട്ടിയുടെ അറിവില്ലാതെ പോയത്. സതീശൻ പറഞ്ഞ് ഞാൻ അവനെ ശാസിക്കുമെന്ന് പറഞ്ഞു, വളരെ സ്ട്രോങ് ആയിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിനകത്തും ഫ്രം ദ ബിഗിനിങ്, ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് ഇതുവരെ അചഞ്ചലമായ പിന്നെ ആത്മവിശ്വാസത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തൊരു നിലപാട് സതീശൻ സ്വീകരിക്കുന്നു. ചെന്നിത്തല ആദ്യം ഒന്ന് സ്വീകരിച്ചെങ്കിലും പിന്നീടൊന്ന് മയപ്പെട്ട്, കാരണം ഇവന്മാരെ എല്ലാം കൂടെ സൈബർ അറ്റാക്ക് കൂടെ കണ്ട പുള്ളി അങ്ങ് പകച്ചുപോയി. പുള്ളി ബേസിക്കലി പാവമാണല്ലോ. ചെന്നിത്തല വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് എത്തി. പിന്നീട് ഇപ്പം കെ മുരളീധരൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിലേക്ക് എത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ
പറയാവുന്നതിൻ്റെ മാക്സിമം പറയും. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വായിക്കാത്തിട്ട് കൈയിട്ട് കടുപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിവരം അറിയും. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയിപ്പം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ചൊറിയാൻ പോയാലും രാജ്മോഹൻ ഉണ്ണിത്താൻ വേണേൽ തന്തയ്ക്ക് വിളിക്കാനും കെ മുരളീധരനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതെ 2004 അല്ലാതെ ജോർജിനെ കുറിച്ച് പറഞ്ഞതോ പി സി ജോർജിനെ കുറിച്ച്. അതെ, രാജ്മോഹൻ ഉണ്ണിത്താൻ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും പറയാൻ പോകത്തെ. കാരണം എന്ന് വെച്ചാൽ ബാക്കിയും കൂടെ പറയുന്നറിയാം. അത് ഈ പി സി ജോർജിനും ഉണ്ട് സ്വഭാവം. ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല, അത് നീറ് പോലെയാ. അത് പിന്നെ ഉടുമ്പ് പിടിച്ച പോലെ അങ്ങ് പിടിച്ചങ്ങ് നിൽക്കും. പിന്നെ പറഞ്ഞവന്റെ പരിപ്പെടുത്തിട്ടേ ഇറങ്ങത്തുള്ളൂ. കാരണം ഇവർക്ക് നനഞ്ഞിറങ്ങി കുളിര് മാറിയതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ആകെ പറയാനുള്ളത് എന്തുവാ? മഞ്ചേരി പോയി എന്നുള്ള വേറൊന്നും പറയാനില്ലല്ലോ എന്ത് വന്നാലും. അല്ല, അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് എല്ലാവർക്കും നമ്മള് പിന്നെ അത്രയേ ഉള്ളൂ. എന്തായാലും ആരെയും പീഡിപ്പിച്ചെന്നൊന്നും പറഞ്ഞിട്ട് ആരെയും ഒരിതില്ല. പിന്നെ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സതീശൻ, ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ, മുരളീധരൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ വനിതാ നേതാക്കന്മാർ. ഏറ്റവും സ്ട്രോങ് ആയിട്ട് സതീഷിനേക്കാളും സ്ട്രോങ് ആയ ഒരു വാക്ക് പറഞ്ഞ ആളാണ് ഉമാ തോമസ്. ബാക്കിയുള്ളവർ ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ആ പെങ്കൊച്ച് എന്തും മിടുക്കിയായിട്ട്, സജിന അല്ലേ, എന്തും മിടുക്കിയായിട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പം മൊത്തത്തിൽ ട്രെൻഡുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസിനകത്ത് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ എല്ലാവർക്കും ഇത് തന്നെയാണല്ലോ അഭിപ്രായമുള്ളത്. അവർക്ക് പറയാൻ പേടിയായിട്ടാണ്. നമ്മൾ അവരോടൊക്കെ പരമാവധി എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ABCD അറിയാത്തതുകൊണ്ടാണ്. ഇവരെന്താ വെച്ചാൽ ഇവരെ ഫേസ്ബുക്ക് പേജ് നോക്കാൻ ഏതെങ്കിലും ഒരുത്തന്നെ കൂടെ ഏൽപ്പിക്കും, അവരെ സ്റ്റാഫിൽപ്പെട്ടെ. ഇവനും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്ത് പോസ്റ്റ് എഴുതിയിടുക, ഏത് മറ്റേ ഇന്ന പാലം ഉദ്ഘാടനം ചെയ്തു, ഇവിടെ ഉദ്ഘാടനം ചെയ്തു, പിന്നെ MLA ഇരിക്കുന്ന ചിത്രം, നടക്കുന്ന ചിത്രം, ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അറിയത്തില്ല. കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരാണെന്ന് കണ്ട് പേടിച്ചിട്ടും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന 10-60 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ദീപാദാസ് മുൻഷിയെ പോലെ AICCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആൾ ന്യായീകരിക്കാൻ വരിക. പോലീസിലല്ലേ പരാതി കൊടുക്കേണ്ടത്? അവരെ കൊച്ചുകൊള്ളാവാൻ പ്രായമുള്ള പിള്ളേരാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടി പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അത് മാത്രമല്ലെന്നേ സിബി, ഇതിനകത്തൊക്കെയുള്ള വിഷയം എന്താ വെച്ചാൽ പരാതിയും കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത് പരാതിയും കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് തന്നെ പോകാൻ പറ്റുമോ? സിബി ആലോചിച്ച് വയ്ക്കേ. സ്ത്രീ പീഡന കേസുകളിൽ ഇരയാക്കപ്പെട്ട, ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ പരാതിയുമായിട്ട് ചെല്ലുമ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ചില CIമാരും SIമാരും എല്ലാവരും എല്ലാം പറയുന്നത് കേരള പോലീസിലെ 99% ഉദ്യോഗസ്ഥരും നല്ലവരാണ്. പക്ഷേ അവർ പിന്നെ ഇവരെ പീഡിപ്പിക്കുക. ഇതാണ് സ്ഥിതി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ ഈ മൊഴി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കമ്പിക്കഥ കേൾക്കുന്ന പോലെ ഇരുന്നിട്ട്, നിങ്ങളെ മുത്തുച്ചിപ്പി വായിക്കുന്ന പോലെ ഇരുന്നിട്ട് എങ്ങനെയാണ് പീഡിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ട്. ഇപ്പം അതോടുകൂടി പരാതിയുമായിട്ട് വരുന്ന പെങ്കൊച്ചു വിചാരിക്കും ഈ പരാതിയായിട്ട്. അതെ, ഇവർ ടോർച്ചർ ചെയ്യപ്പെടുകയാണ്. അത് പോക്സോ കേസിലടക്കം അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിൽ. കാരണം യുവമാർക്ക് ഈ കഥ കേട്ട് രസിക്കുന്ന മാനസിക. പാലത്തായി കേസിലൊക്കെ പിഞ്ചു കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ മാഷിന്റെ അവയവത്വവുമായി ബന്ധപ്പെടുത്തിട്ട് ഏതാണ്ടൊക്കെ എടുത്ത് കാണിച്ചിട്ട് അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളത് പിന്നെ ക്യാമറയുടെ മുമ്പിൽ പറയാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതിലുള്ള വിഷയം എന്ന് വെച്ചാൽ പിന്നെ ഇത്തരം ആൾക്കാരുടെ ആരാധനയുള്ള ചില ആളുകളുണ്ട്. ഇപ്പം ദിലീപിൻ്റെ വിഷയത്തിൽ തുടക്കം തൊട്ട് സുരേഷ് കുമാർ IAS, നമ്മുടെ BSന്റെ 3 പൂച്ചകളുടെ പൂച്ച ഉണ്ടായിരുന്നല്ലോ, ആ സുരേഷ് കുമാർ IASന്റെ ഭാര്യ സംഗീത ലക്ഷ്മണ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ഡിവോഴ്സ് ആയിട്ട്. പിന്നെ അവരുടെ മകൻ തന്നെ അവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതേ സംഗീത ലക്ഷ്മണയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു നായർ അമ്മച്ചി ഇറങ്ങിയേക്കുന്നത്. പിന്നെ ഇവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നത്. കേസിന്ന് ചിലപ്പോൾ ഇവൻ ഊരിപ്പോന്നു വരും. ചിലപ്പോൾ ജാമ്യം കിട്ടും. പേട്ടറിന് ജാമ്യം കിട്ടിയില്ലേ? കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി ജാമ്യം 85 ദിവസം അകത്ത് കിടന്നല്ലോ. പേട്ടറിന് ചിലപ്പം 8-ാം തീയതി വിധി വരാൻ പോവുക, ചിലപ്പോൾ വെറുതെ വിട്ടെന്ന് വരും. പക്ഷേ ജനമനസ്സുകളുടെ മുമ്പിൽ നിയമത്തിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ജനമനസ്സുകളുടെ മുമ്പിൽ കുറ്റവാളിയാണോ അല്ല എന്നുള്ളത്. ഇവനും ചിലപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് വന്നേക്കാം, ചിലപ്പം അല്ലെങ്കിൽ അവന് ഹൈക്കോടതി പോയെന്ന് വരാം, അതുവരെ ഒളിവിൽ കഴിഞ്ഞു വരേക്കാം, ചിലപ്പോൾ സുപ്രീം കോടതി പോയെന്ന് വന്നേക്കാം. അങ്ങനെ എത്ര കേസുകൾ നടക്കുന്നു. ഇവിടെ ഏതെല്ലാം ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്, അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത്. ഒന്നാമത് നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തിനകത്ത് ആവശ്യത്തിനകത്ത് മാൻ പവർ ഇല്ല. ഒന്ന്, നമ്മൾ ഈ പോലീസിലെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. സിവിൽ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരം നീതി കിട്ടും. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് നീതി കിട്ടത്തില്ലെന്നേ. അവൻ മരിക്കുന്നിടം വരെ ഇപ്പോൾ ഒരു സ്വത്തുകാർക്കാണെങ്കിൽ ഇവൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിധി വന്നിട്ട് എന്ത് കാര്യമുള്ളേ എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പം ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവണം, കോടതികളും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. നായരമ്മച്ചി ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ സംബന്ധകാല ഓർമ്മയാണ്. അന്ന് സംബന്ധകാലം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓർമ്മയാണ്. പ്രത്യേകിച്ചും മനുഷ്യൻ അറിയാമല്ലോ, പൊളിഗാമിയാണെന്ന് പറയുന്നു. കാരണം പിന്നെ പങ്കാളിയിൽ തൃപ്തരല്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീരാരാധനയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നത്. ടോയ്ലറ്റിൽ വരെ ക്യാമറ വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതേപോലെ തന്നെ നമ്മുടെ ട്രയൽ റൂമിനകത്ത്. അപ്പം ഈ നേതാക്കന്മാരുടെ എത്ര പേരുടെയൊക്കെ വീഡിയോസ് ഇവരെ കയ്യിലുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത്രയും ദിവസം നിന്ന് വെല്ലുവിളിച്ചത്. ഒരു പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്നത്, അതും ഇന്നലെ വന്ന ചെറുക്കൻ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ട് വോട്ട് നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഒരു വ്യാജ പ്രസിഡന്റ്. എന്നിട്ടും അവനെതിരെ നടപടി വന്നതിന് ശേഷവും അവനും അവൻ്റെ പിന്നെ ഹെഡ് മാസ്റ്റർക്കും താല്പര്യമുള്ള അടുത്ത ആളെ ഫണ്ട് തട്ടിച്ചു. ഏത് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെയും മറ്റു കോൺഗ്രസ്സുകാരെയും കേസ് നടത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഫണ്ട് തട്ടിച്ച് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഫണ്ട് തട്ടിച്ചോലെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റാക്കി. ഇതൊക്കെയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കെട്ടകാലത്ത് നമ്മൾ ജീവിക്കുന്നു. അപ്പം അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന സമാനതകളില്ലാത്ത, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള പ്രദേശ് ഘടകം KPCC അതിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇതിനെ മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയും. ഞാൻ ഇപ്പോഴും പറയുന്നു, 2026 CPM-ന് ഒരു ഈസി വാക്ക് ഓവർ കിട്ടുന്നത് അവർക്ക് ഒഴിവാക്കാൻ പറ്റും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പരാതി വരരുതെന്ന് ആഗ്രഹിച്ചവരാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ അത് മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് പൊട്ടിയാൽ മതി എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഇപ്പോൾ ഇത് കെട്ടടങ്ങാനുള്ള ഒന്നല്ല, അത് വലിച്ചു നീട്ടി പോയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ ശരിയാക്കുക എന്നുള്ളതായിരുന്നു. അവർക്കിത് ഇത്രയും നേരത്തെ പരാതി വന്നത് അവർക്കൊരടിയാണ്. സത്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ നീറിപ്പോഞ്ഞ് ഇവർ നാറിപ്പുഴുത്ത് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം ഷാഫി രാഹുലും ഷോ ഓഫ് നടത്തിയിട്ട് അങ്ങനെ നടക്കുന്നവർക്ക് ഗുണമാണ്. ലീഗുകാരെ അവസ്ഥ ആലോചിച്ചേക്കെ. ഇവന്മാരെ പണ്ട് മൂരി ലീഗുകാരെന്ന് വിളിക്കായിരുന്നു, പിന്നീട് ഞാൻ വിളിക്കാറില്ലായിരുന്നു. ലീഗുകാരാണ് ഇവന് വേദി ഒരുക്കി കൊടുക്കുന്നത്. അവർ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കൊള്ളാവുന്ന ഒരുത്തൻ, കാരണം ഇവനാണ് ആൺകുട്ടി, കാരണം അവിടെ പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്നവരെ സ്വീകരിക്കാനുള്ള സംഘടനയായിട്ട് യൂത്ത് ലീഗ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിലൂടെ ഞാൻ പൊതുവെ മൃദുവായൊരു സമീപനം സ്വീകരിക്കുന്ന, പക്ഷെ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. കാരണം ഇവനെപ്പോലെയുള്ള ആളുകൾക്ക് വേദി ഒരുക്കി കൊടുക്കലാണെന്നുണ്ടെങ്കിൽ, ഇവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും ഇവരും എല്ലാം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ട് മറ്റവനെ പരോളിൽ ഇറക്കാൻ നോക്കണമെന്നേ. ഗോവിന്ദസ്വാമിയെ പരോളിൽ ഇറക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് CH സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഇരുത്തണം, അവിടെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സെക്ഷൽ പെർവേർട്ടിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്, ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ശത്രുപക്ഷത്താണ്. അവരോട് നിർദ്ദയം ഇതുവരെയുള്ള എല്ലാ ബന്ധവും റദ്ദ് ചെയ്തുകൊണ്ട് നിർദ്ദയം അവർക്കെതിരെ പിന്നെ വിമർശിച്ചുകൊണ്ടിരിക്കും. കാരണം യാതൊരുവിധ കാരുണ്യവും അനുകമ്പയും ദാക്ഷിണ്യവും അവരർഹിക്കുന്നില്ല. കാരണം ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്നവർ അവരും ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഇത്. ധാർമ്മികതയുടെ ഭാഗത്ത്, മനുഷ്യപക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗത്ത്, മനുഷ്യനായി തന്നെ നിലപാടുകൾ, അവിടെ എന്ത് നഷ്ടവും ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ ഇതൊരു കച്ചവടമല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആ എത്തിക്സിൽ, ആ ധാർമ്മികതയിൽ, അതിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.